ഹലോ, എൻ്റെ പേര് ഷെമീന. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൂടെ ചെയ്യണം എന്നുണ്ട്. ഒന്നാമത്തത്, എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, എന്നാലും കുറച്ചും കൂടെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് കുറച്ചും കൂടെ ബെനിഫിഷ്യലാവും, ഗൈഡൻസ് കൊടുക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പുറത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുക, മെൻറ്റർഷിപ്പ്, സപ്പോർട്ട്. അപ്പോൾ കുറേ പിള്ളേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. കുറേ കുട്ടികൾ ഇവിടേക്ക് വരുന്നത്, സ്വീഡനിലേക്ക് എങ്ങനെ വരാം, അതുപോലെ എങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത്, ജോബ് മാർക്കറ്റ് എങ്ങനെയാണ് എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ടൈമുള്ളപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് അധികം അതിൽ എൻഗേജ്ഡ് ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയ ബ്രീഫ് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഒരു സൗകര്യം അനുസരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും കൂടെ അത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നത് കരിയർ പാത്ത്. അത് ഈ സ്റ്റെം ഫീൽഡിലാണ്. ഞാൻ എൻജിനീയറിംഗ് ആണ് ചെയ്തത്. എൻജിനീയറിങ്ങിൽ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്. അപ്പോൾ നാട്ടിൽ ഒരു 2004 ഞാൻ പാസ്സായത്. പിന്നെ ബാച്ചിലേഴ്സ് പാസ്സായത്. പിന്നെ മാസ്റ്റേഴ്സ് 2010. അത് രണ്ടും നാട്ടിലാണ് ചെയ്തത്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ആണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു എൻജിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു ഒരു 4 കൊല്ലം. പിന്നീട് BSNL JTO ആയിട്ട് വർക്ക് ചെയ്തു. അത് ഓൾ ഇന്ത്യ എക്സാം എഴുതിയിട്ട് നമ്മൾ JTO, ജൂനിയർ ടെലികോം ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കൽക്കട്ടയിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിങ്. പിന്നെ അതിനുശേഷം അവിടെ 3 വർഷം, പിന്നെ അതിനുശേഷം 4 വർഷം നാട്ടിലോട്ട് ട്രാൻസ്ഫറായി അവിടെ വർക്ക് ചെയ്തു. അതാണ് നാട്ടിലെ ഹിസ്റ്ററി. പിന്നെ ഞാൻ സ്വീഡനിൽ വന്നു. ഇവിടെ എൻ്റെ സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്യാൻ തുടങ്ങി ചാൽമേഴ്സിൽ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് വയർലെസ് ഫോട്ടോണിക്സ് ആൻഡ് സ്പേസ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കിലായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഇയറിലായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു പോപ്പുലർ ഓട്ടോമോട്ടീവ് കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് എൻജിനീയറായിട്ടും പ്രൊജക്റ്റ് മാനേജറായിട്ടും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതേസമയം ഞാൻ വേറെ കോഴ്സുകളും പല യൂണിവേഴ്സിറ്റി, ഇവിടെ സ്വീഡനിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. വൺസ് നമ്മളൊരു ജോബിൽ കയറിക്കഴിഞ്ഞ് ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ്, വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും ഒരു വലിയ കാര്യം. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ കോഴ്സുകൾ പല പല യൂണിവേഴ്സിറ്റിയിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു തരണം എന്നുണ്ട്. കാരണം എനിക്കിത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സാധനമാണ്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ കുറേ പേരുണ്ടാവുമല്ലോ പഠിക്കാൻ ഇഷ്ടമുള്ളവർ. പുറത്ത് യൂണിവേഴ്സിറ്റി, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിക്കണം എന്ന് നാട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഭയങ്കര വേറൊരു അനുഭവമായിരുന്നു. നാട്ടിൽ നിന്ന് ഉള്ള ആ ഒരു പഠിത്തത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയാം പിന്നീട്. പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ എനിക്ക് ഇപ്പോൾ പല രാജ്യങ്ങളിൽ, ഇപ്പം ഞാനിത് പഠിക്കാൻ നോക്കുമ്പോൾ കുറേ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UK, ഇവിടെ ജർമ്മനി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, കുറേ രാജ്യങ്ങളിൽ പോയി പഠിക്കണമെന്ന ആഗ്രഹത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ കോഴ്സുകൾ, വെബ്സൈറ്റ് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം എനിക്ക് ചെയ്യാൻ ആഗ്രഹം സ്വീഡനിലെ കുറിച്ചിട്ട് പറഞ്ഞുതരാനാണ്. സ്വീഡനിലെ യൂണിവേഴ്സിറ്റീസ്, ഇവിടെ എങ്ങനെ പഠിക്കുന്നത്, ഇവിടുത്തെ കോഴ്സുകൾ, ഇവിടെ അഡ്മിഷൻ എങ്ങനെ, പിന്നെ ഇവിടെ എങ്ങനെ ജോബ് സെർച്ച് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലോട്ടായിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് വേറെ യൂണിവേഴ്സിറ്റി, വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകാം.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ കരിയർ പാത്ത് സ്റ്റെം ഫീൽഡിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു കരിയർ ഗൈഡൻസ് കൊടുക്കുക. ഞാൻ മറക്കാതിരിക്കാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ അത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ വേറൊന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് വിമൺ ഇൻ ടെക്നോളജി, വിമൺ ഇൻ ജോബ് മാർക്കറ്റ്. ഇങ്ങനെ അവർക്ക് എനിക്കറിയാം ഇപ്പം എല്ലാവർക്കും എന്താ പറയുക, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് എൻജിൻസ് ഉണ്ട്, ChatGPT, എവിടെയാണ് സെർച്ച് ചെയ്താൽ കാര്യങ്ങൾ കിട്ടും. പക്ഷെ എന്നാലും നമ്മളൊരു ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ പറയുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ ഒരു എംപവർമെൻറ്റ് പോലെ ചെയ്യാനും എനിക്ക് പറ്റും, കാരണം ഞാനത് ചെയ്യാറുണ്ട് സാധാരണ. അതുകൊണ്ട് അതെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ സ്വീഡനിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയണമെന്നുണ്ട്. ഞാനും അപ്ലൈ ചെയ്യുന്നുണ്ട്. വേറെ ഇപ്പോൾ ഓരോ വർഷവും നമുക്ക് അപ്ലൈ ചെയ്യാം കോഴ്സുകൾ, നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത സെഷനിൽ ഞാൻ വേണമെങ്കിൽ അത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ എഴുതൂ. അതുപോലെ ഞാൻ വേണമെങ്കിൽ മെയിൽ ഐ.ഡി തരാം, മെയിൽ അയക്കോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത തവണ കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.